ഇപ്പോൾ കാസർഗോഡ് മുഖ്യമന്ത്രി വാർഷികാഘോഷ ചടങ്ങുകളിൽ സംസാരിക്കാൻ എത്തുകയാണ്. ഇതൊരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല. കേരളം വരും കാലങ്ങളിലെല്ലാം ആസ്വദിക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു വസന്തകാലത്തിന്റെ നർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 4ാം വാർഷികാഘോഷത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ദീപം തെളിയിച്ച് 4ാം വാർഷികാഘോഷ ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഒപ്പം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. കാസർഗോഡ് സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും സാന്നിധ്യം അവിടെയുണ്ട്. 4ാം വാർഷികാഘോഷമെന്നാണ് സർക്കാർ വിളിക്കുന്നത്. പക്ഷേ തുടർച്ചയായി വരുന്ന 9ാം വർഷം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അടുത്ത മാസം 30 വരെ നീണ്ടു നിൽക്കുന്ന വിശദമായ വാർഷിക പരിപാടികളാണ്, ആഘോഷ പരിപാടികളാണ് നടത്തുന്നത്. വലിയ പണച്ചെലവിൽ നടത്തുന്ന ധൂർത്തെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടയിലും പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ അവലോകന യോഗങ്ങളും ഒപ്പം തന്നെ പ്രദർശന വിൽപ്പന മേളകളും ജില്ലകൾ തോറും നടത്തും. ഇതിന് പുറമെ പ്രധാനപ്പെട്ട വ്യക്തികളെ ദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം രൂപീകരിച്ച രാജ്യ സർക്കാരിന് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ മണ്ണിൽ വെച്ചാവും. ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് VMസിലേക്ക് പോയത്. നീലേശ്വരം മണ്ഡലം ആ സർക്കാരിന്റെ യോഗ്യത എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറയിട്ട സർക്കാരായിരുന്നു. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത VMS മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ
ഗവൺമെന്റിന്റെ 4ാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിൽ വരിക സർക്കാരിന്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFന് ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം, മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും വേണം, ഈ നാടിനും വേണം, നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അങ്ങനത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും രാജ്യത്ത് പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ ബന്ധങ്ങൾ, അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നു. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിന്റെയെല്ലാം